ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ ഗോസ് 10 meter ടുവേർഡ്സ് നോർത്ത് ആൻഡ് 20 meter ടുവേർഡ്സ് ഈസ്റ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് പൊതുവായിട്ടൊരു ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. ഇനി നോക്കിയേ, ഒരു മനുഷ്യൻ 10 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ അയാൾ ഇവിടുന്ന് ഇതാന്ന് നോക്കിയ അയാളൊരു പൊസിഷൻ, ഇവിടുന്ന് 10 മീറ്റർ അയാൾ നോർത്തിലോട്ട് സഞ്ചരിച്ചു, നോർത്ത്. ഇനി 20 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. പിന്നെ ആ മനുഷ്യൻ ഇവിടുന്ന് 20 മീറ്റർ പോയി. 20 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ദൂരം, 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. അപ്പോൾ അയാൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നോർത്തിലേക്ക് 10 മീറ്ററും ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈസ്റ്റിലേക്ക് 20 മീറ്ററും സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ നോർത്തും ഈസ്റ്റും തമ്മിലുള്ള ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അയാൾ ഇങ്ങോട്ടും ഇവിടെ ഈസ്റ്റിലേക്കും പോയി നോർത്തിലോട്ടും പോയി. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ലെങ്ത് ആയിരിക്കും അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് മാറും, ബേസ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ബേസ് ആയിട്ട് ഏറ്റവും ചെറുത് 10 ആക്കി എങ്ങനെയാണ് നമുക്ക് എടുക്കാം. അതായത് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. അപ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 പ്ലസ് 20 × 20 400. അപ്പോൾ റൂട്ട് 500 എന്ന് ആൻസർ കിട്ടും. റൂട്ട് 500 എന്ന് പറയുന്നത് എത്രയാണ്? 22.360. അപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 22.6 ആയതുകൊണ്ട് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ 3 നമുക്ക് 1 പ്ലസ് ചെയ്ത് 4 എഴുതാം. അപ്പോൾ 22.4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ എന്താണ്? 22.4 മീറ്റർ ആയിരിക്കും ആൻസർ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ ഷോർട്ടസ്റ്റ് ലെങ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ നോർത്തും ഈസ്റ്റും തമ്മിലുള്ള ആ ഒരു ദൂരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് പഠിച്ചിട്ട് ഇതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് ഗ്രേറ്റർ, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഏതാണ് വലുത്, ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഫിഗറിലൂടെ നമുക്കത് നോക്കാം. ഇവിടെ എയിന്ന് സിയിലേക്ക് നമ്മൾ ബി വഴി എത്തും. നമ്മൾ മുമ്പത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എയിന്ന് ബിയിലോട്ട് പോകുന്നു. 2 ഫിഗറാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഈ 2 ഫിഗറിൻ്റെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് വലുതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് എയിന്ന് സിയിലോട്ട് എത്താൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു വേ ഉണ്ട്, അതേപോലെ തന്നെ വളഞ്ഞു പോകുന്നൊരു വേ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10ഉം 12ഉം. അപ്പം നമുക്കിവിടെ എത്ര കിട്ടി? 22 മീറ്റർ എന്ന് ആൻസർ കിട്ടി ഡിസ്റ്റൻസ്. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതൊരു ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പം നേരിട്ട് എയിന്ന് നേരിട്ട് സിയിലേക്ക് എത്താനുള്ള ഡയറക്റ്റ് വേ 6 മീറ്ററാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ വലുത്? ഡിസ്റ്റൻസ് ആണ് വലുത്. എപ്പോഴും ഡിസ്റ്റൻസ് ആയിരിക്കും വലുത്. ഇനി ഈ ഒരു ഫിഗർ നോക്കി, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എയിന്ന് ബിയിലോട്ട് ഒരാൾ പോകണു. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? വേറെ വളഞ്ഞ വഴിയൊന്നും നമുക്ക് തന്നിട്ടില്ല. അവിടെ 3 മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് തന്നാലോ? ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ 3 മീറ്റർ തന്നെയായിരിക്കും. അവിടെ വളഞ്ഞ വഴിയും തരാത്തത് കൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ലെവൽ, അതായത് ഒരു സംഖ്യ തന്നെയായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതായിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ ടു ആവാം. ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവാം. ഈ 2 കാര്യങ്ങളും നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടി. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിലോട്ട് നോക്കാം. റൈറ്റ് ദ കറക്റ്റ് വൺ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഈ വായ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ,
അതിനെ നമ്മൾ വലുതായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ എയും ബിയും തമ്മിൽ ഈ ബിയുടെ അവിടേക്കാണ് വായ തുറന്നിരിക്കണമെങ്കിൽ എ എന്ന് പറഞ്ഞത് ബിയിനേക്കാളും ചെറുതാണ്. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു വയ്ക്കുക, വായ തുറന്നിരിക്കുന്ന ഭാഗം ബി എന്ന് പറയുന്നത് വലുതായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതായിരിക്കും. നമ്മളത് പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ് വലുത്. പക്ഷെ ആദ്യം തന്നെ കുട്ടികൾ ഇതങ്ങോട്ട് ചെന്ന് എഴുതും. അതല്ല, ഇവിടെ 3 ഓപ്ഷനും കൂടി നമ്മൾ നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസിന് ഈക്വലാണ്, അതും കറക്റ്റാണ്. പക്ഷേ ഇവിടെ നോക്കി, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും ചെറുതാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. പക്ഷേ ഈ 4ാമത്തെ ഓപ്ഷൻ നോക്കി, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതാണ്, അതുപോലെ തന്നെ ഈക്വലാണ്. കണ്ട, ഈക്വൽ എന്ന് പറഞ്ഞൊരു സൈൻ ഇട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് കറക്റ്റ് ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കണ്ട, റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം എഴുതണം, പിന്നെ ഡിസ്റ്റൻസ് എഴുതണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഈക്വൽ ടു 1 ആണോ ആദ്യം, അതായത് ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണോ ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനേക്കാളും വലുതാണോ? അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാളും ചെറുതാണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെയാണ് തന്നത്, ഇതും കറക്റ്റാണ്, ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതാണ് ഡിസ്റ്റൻസ്. പക്ഷെ അവസാനത്തെ ഓപ്ഷൻ നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസിനേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ടു ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതാണ് അല്ലെങ്കിൽ ഈക്വൽ ടു ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വേണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. എപ്പോഴും വലുത് നിൽക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അതിപ്പോൾ ഏത് ഫിഗർ എടുത്താലും നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ് അവിടെ കൂടി നിൽക്കുക, അതിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നേരത്തെ ക്വസ്റ്റ്യനെ ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഡിസ്റ്റൻസ് എഴുതി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതി. ഇനി എന്താണ്, ഇനി ഓരോന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈക്വൽ ടു, ഇത് കറക്റ്റാണ്, ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതാണ്, അതും കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ വലുതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഓൾറെഡി തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കി, ഡിസ്റ്റൻസ്, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതാണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, എ മാൻ ഗോസ് ഫ്രം എ ടു ബി. എയിന്ന് ബിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയി. ആൻഡ് ഈ റിട്ടേൺ ടു എ അഗെയിൻ. ബിയിലെത്തിയിട്ട് അയാൾ എയിലോട്ട് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെയെങ്കിൽ അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എയിന്ന് ബിയിലോട്ട് പോയി, പിന്നെയും ബിന്ന് എയിലോട്ട്, അതായത് ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ട് പോയത്, എയിന്ന് ബിയിലോട്ട് പോയ അകലം 5 മീറ്റർ, തിരിച്ച് ബിന്ന് എയിലോട്ട് വന്നത് 5, അതായത് 10 മീറ്ററാണ് ഇവിടുത്തെ അകലം എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് സ്ഥാനാന്തരമാണ്, അതായത് ആ പൊസിഷനിൽ വന്ന വ്യത്യാസം. ഒരാൾ എയിന്ന് ബിയിലോട്ട് പോയി, ബിന്ന് എയിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പം അയാൾ എവിടെയാണ്? അയാൾക്ക് സ്ഥാനമാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല, അയാൾ എയിൽ തന്നെയുണ്ട്. എവിടെ നിന്ന് പോയോ അവിടെ തന്നെ ആളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. ഇത് നന്നായി പഠിച്ചിരിക്കുക, ഈ കോൺസെപ്റ്റ് മറക്കരുത്. ഇങ്ങനെ തിരിച്ച് ഒരു ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ ഡിസ്റ്റൻസ് അവിടെ കറക്റ്റാക്കി നമ്മൾ എഴുതണം. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് അവിടെ എപ്പോഴും 0 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എ മാൻ ഗോസ് ഫ്രം ഹോം ടു ചർച്ച്. വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ചർച്ചിലോട്ട് പോയി, അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എന്ന് പറഞ്ഞത്, അതായത് എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു
എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എന്ന് പറഞ്ഞൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എസ് എന്ന് പറഞ്ഞത് ഡെൽറ്റ എക്സ് ആണ്. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് എക്സ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ചർച്ചിലുള്ളത് -20 ആണ് അവിടുത്തെ ഫൈനൽ പൊസിഷൻ. ഇനി മൈനസ് അതിവിടെ ഫോർമാറ്റിൽ തന്നെയാണെങ്കിൽ ഫോർമുലയിൽ തന്നെയാണ് മൈനസ്. ഇനി ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് -13 ആണ്. ഈ മൈനസൊക്കെ തെറ്റരുത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു -20 മൈനസ് ഇൻറ്റു -13 എന്ന് വരുമ്പോൾ അവിടെ പ്ലസ് ആക്കി എഴുതണം. -20 + 13 ഒരു മൈനസും ഒരു പോസിറ്റീവും വരുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ എത്ര വരും? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. പിന്നെ വലുതിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്, -20 അതിൻ്റെ സൈനാണ് എടുത്ത് എഴുതേണ്ടത്. സോ -7 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഈ ഒരു മൈനസിൻ്റെ ചിഹ്നമൊക്കെ തെറ്റാണ്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.